കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ നഗരത്തിൽ കൊട്ടിക്കയറി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കലാശക്കൊട്ട്. വിവിധ വാർഡു കേന്ദ്രങ്ങളിൽ ഒരുക്കിയ കലാശക്കൊട്ടിൽ പാർട്ടി ചിഹ്നത്തിലുള്ള ജേഴ്സി അണിഞ്ഞും തൊപ്പിയും ബലൂണുകളുമായാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എത്തിയത്. വാശിയേറിയ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കലാശക്കൊട്ടിൽ മൂവാറ്റുപുഴ നഗരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ആവേശം ഉൾക്കൊണ്ടാണ് കലാശ പോരാട്ടം കൊട്ടിക്കയറിയത്. മൂവാറ്റുപുഴ നഗരത്തിൽ വാർഡ് അടിസ്ഥാനത്തിലാണ് മുന്നണികൾ കലാശക്കൊട്ട് ഒരുക്കിയത്. ചെണ്ടമേളത്തിന്റെയും നാസിക് ഡോളിന്റെയും അകമ്പടിയോടെയാണ് വിവിധ വാർഡു കേന്ദ്രങ്ങളിൽ കൊട്ടിക്കലാശം കൊട്ടിക്കയറിയത്. നഗരസഭയിൽ അതാതു വാർഡുകൾ നിശ്ചയിച്ചിരുന്ന സ്ഥലങ്ങളിലാണ് 3 മുന്നണികളും കലാശക്കൊട്ട് ഒരുക്കിയത്. നഗരകേന്ദ്രങ്ങളിൽ കൊട്ടിക്കലാശം പ്രതീക്ഷിച്ചെത്തിയ ജനങ്ങൾ നിരാശയോടെയാണ് മടങ്ങിയതും. റോഡ് ഷോകളും ബൈക്ക് റാലികളുമായി വാർഡ് അടിസ്ഥാനത്തിൽ മുന്നണികൾ തങ്ങളുടെ ശക്തി തെളിയിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കലാശക്കൊട്ടിന് ആവേശം കുറവായിരുന്നു. പാർട്ടി ചിഹ്നമുള്ള ജേഴ്സി അണിഞ്ഞും തൊപ്പികളും ബലൂണുകളുമായാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും കൊട്ടിക്കലാശത്തിന് എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണങ്ങളുടെ അവസാന ഘട്ടത്തിലും മത്സരവീര്യം ചോരാതെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. വൈകിട്ട് 6 വിവിധ വാർഡുകളിലായി നടന്ന കൊട്ടിക്കലാശത്തിന് സമാപനം കുറിച്ചു. പൊതുവെ സമാധാനപരമായി നടന്ന കൊട്ടിക്കലാശം നിയന്ത്രിക്കുന്നതിനായി പോലീസ് സന്നാഹവും വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നു. ഇനിയുള്ള ഒരു ദിവസം നിശബ്ദ പ്രചരണമാണ് നടക്കുന്നത്. തുടർന്ന് ചൊവ്വാഴ്ച ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നതിനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.